നോമ്പിന്റെ മറ്റൊരു പ്രത്യേകത, നരകത്തിൽ നിന്നും മനുഷ്യനെ അകറ്റി നിർത്താനും അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് മാറി നിൽക്കാനും സ്വർഗപ്രവേശനത്തിനും ഇത് കാരണമാകും. തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ്, മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ് ബഅദല്ലാഹു വജ്ഹഹു അനിന്നാർ 70 ഖരീഫ. ആരെങ്കിലും അള്ളാഹുവിന്റെ വഴിയിൽ ഒരു ദിവസം നോമ്പെടുക്കുകയാണെങ്കിൽ, ഒരു ദിവസം അള്ളാഹുവിന് വേണ്ടി നോമ്പെടുത്താൽ, ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫ, 70 വർഷക്കാലത്തിന്റെ അകലം നരകത്തിൽ നിന്നും അവനെ അള്ളാഹു മാറ്റി നിർത്തും എന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ കഴിയും. ഒരു ദിവസം നോമ്പെടുത്താൽ 70 വർഷം നരകത്തിൽ നിന്ന് മാറി 70 വർഷത്തോളം നരകത്തിൽ നിന്ന് അകലം കിട്ടും എന്നാണ്. അതുമാത്രമല്ല, സ്വർഗപ്രവേശവും അള്ളാഹു നൽകും. തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ്, ഇന്ന ഫിൽ ജന്നത്തി ഗുറഫൻ യുറാ ളാഹിറുഹാ മിൻ ബാത്തിനിഹാ വബാത്തിനുഹാ മിൻ ളാഹിരിഹാ അഅദ്ദഹ അല്ലാഹു ലിമൻ അത്അമ അത്അം വഅലാന അൽകലാം വതാബഅ അസ്സിയാം വസല്ല വന്നാസു നിയാം. വളരെ മനോഹരമായ ഒരു ഹദീസ് കൂടിയാണിത്. ഇന്ന ഫിൽ ജന്നത്തി ഗുറഫൻ, സ്വർഗ്ഗലോകത്ത് മനോഹരമായ വീടുകളും ആ വീടുകളിൽ മനോഹരമായ റൂമുകളും മുറികളുമുണ്ട്. അതിന്റെ പ്രത്യേകത, യുറാ ളാഹിറുഹാ മിൻ ബാത്തിനിഹാ, ആ വീടുകളുടെ റൂമിന്റെ പുറം ഭാഗം അകത്തുനിന്ന് കാണാൻ കഴിയും, അകഭാഗം പുറത്തു നിന്നും കാണാൻ കഴിയും. നമ്മളൊരു വീടിനകത്താണെങ്കിൽ അകത്തിരിക്കുമ്പോഴതിന്റെ പുറം നമ്മൾ കാണുന്നില്ല. എന്നാൽ സ്വർഗത്തിലെ ഈ വീടിന്റെ പ്രത്യേകത, അകത്തിരിക്കുമ്പോൾ പുറഭാഗവും പുറത്തിരിക്കുമ്പോൾ അകഭാഗവും കാണാൻ കഴിയുന്ന വളരെ മനോഹരമായ ചില വീടുകളും കൊട്ടാരങ്ങളുമുള്ള ഒരു സ്വർഗലോകം. അത് ആർക്കുള്ളതാണെന്നാണ് നബി തിരുമേനി പറയുന്നത്. ഏറ്റവും നല്ല ഒരു സ്വഭാവ ഗുണത്തെ നബി തിരുമേനി ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അഅദ്ദഹല്ലാഹ്, ഇതല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന ആർക്കെന്നറിയുമോ? ലിമൻ അത്അമ അത്അം, ഭക്ഷണം കൊടുക്കുന്നവർക്കാണ്. അത്രേ പറഞ്ഞു, ആർക്ക് എന്ന് പറഞ്ഞില്ല. ഭക്ഷണം കൊടുക്കുന്നു വിശക്കുന്നവർക്ക്. ജാതിയോ മതമോ ഭാഷയോ ദേശമോ ഒന്നും നോക്കാതെ ഭക്ഷണം കൊടുക്കുന്നു. അത് നോമ്പ് തുറയാണെങ്കിലും വെച്ചേതെങ്കിലും രീതിയിൽ പാവപ്പെട്ടവരെ സഹായിക്കുന്നതാണെങ്കിലും, മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതാവട്ടെ, പക്ഷികൾക്ക് കൊടുക്കുന്നതാവട്ടെ, അത്അമ അത്അം, ഭക്ഷിപ്പിക്കുന്നവർ, ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നവർ. വഅലാനൽ കലാം, സൗമ്യമായി സംസാരിക്കുന്നവർക്ക്, ബഹളമുണ്ടാക്കാതെ അഹങ്കാരത്തിന്റെ സ്വരത്തിൽ സംസാരിക്കാതെ അലാനൽ കലാം, സൗമ്യമായ സംസാരം കൊണ്ട് നടക്കുന്നവർ. വതാബഅ അസ്സിയാം, നിരന്തരമായ നോമ്പെടുക്കുന്നവർ. റമദാൻ മാസം കഴിഞ്ഞാലും നോമ്പ് നിർബന്ധമല്ലെങ്കിൽ തന്നെയും സുന്നത്തായ രീതിയിൽ നിരന്തരമായി നോമ്പെടുക്കുന്ന ആളുകൾ, ആ ശീലമുള്ളവർ. പിന്നെ പറഞ്ഞു വസല്ല വന്നാസു നിയാം, ജനങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോൾ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ആളുകൾ. പാതിരാത്രിയിലെ സുന്നത്ത് നിസ്കാരത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോ എത്ര മനോഹരമായ ഒരു സ്വർഗലോകം ഇതല്ലാഹു നൽകുന്നത്. നോമ്പ് നിരന്തരമായി നോമ്പ് കൊണ്ട് നടക്കുന്നവർ, റമദാൻ കഴിഞ്ഞാൽ നോമ്പ് അവസാനിച്ചു, പിന്നെ അടുത്ത റമദാൻ വരേക്കും അതിന്റെ ഇടയ്ക്കൊന്നും നോമ്പെടുക്കാത്ത അവസ്ഥയല്ല. നിരന്തരമായ നോമ്പ് ഇഷ്ടപ്പെടുകയും അത് ഇടക്കിടക്ക് അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആളുകൾ, സൗമ്യമായി സംസാരിക്കുന്നവർ, പാതിരാത്രിയിൽ സുബഹി നിസ്കാരത്തിന് മുമ്പ് എഴുന്നേറ്റ് അല്പമെങ്കിലും സുന്നത്ത് നിസ്കരിക്കുന്നവർ, പിന്നെ ഭക്ഷണം കൊടുക്കുന്ന ആളുകൾ. ഈ 4 ഗുണങ്ങൾ ഒത്തുചേർന്ന ആളുകൾക്കാണ് സ്വർഗത്തിലെ ആ ഒരു അകത്തുനിന്ന് പുറം കാണാൻ കഴിയുന്ന, പുറത്തുനിന്ന് അകം കാണാൻ കഴിയുന്ന എന്ന് പറഞ്ഞ മനോഹരമായ സ്വർഗലോകത്തിന്റെ കൊട്ടാരങ്ങൾ ഒരുക്കിവെച്ചത് ഈ ആളുകൾക്കാണെന്ന് തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം